قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون قال الله عز وجل. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ അവരുകളെ, ഈ മഹത്തായ പരിപാടിയുടെ രണ്ടാം ദിനം ഉദ്ഘാടനം ചെയ്ത പനക്കൽ ബിച്ചാപ്പു സാഹിബ് അവരുകളെ, വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സഹപ്രവർത്തകന്മാരെ, സ്നേഹിതന്മാരെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഇന്നലെ നാം പറഞ്ഞതുപോലെ സൂറത്ത് മുഅ്മിനൂനിന്റെ രണ്ടാമത്തെ ആയത്തിനെ പരാമർശിക്കുന്ന വിഷയവുമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാഹു തആല പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഈ വിജയിച്ച മുഅ്മിനീങ്ങളുടെ ഒരു ലക്ഷണം അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളാകുന്നു. നിസ്കരിക്കുന്നവരാകുന്നു എന്ന് പറയാതെ നിസ്കാരത്തിൽ ഖുശൂഅ് ഉള്ളവരാകുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ നാം ആ നിസ്കാരത്തെയാണ് കാണുന്നത്. ആ നിസ്കാരത്തിൽ ഉണ്ടാവേണ്ട ഖുശൂഇനെ നമ്മൾ കാണുന്നില്ല. എന്താണ് ഈ ഖുശൂഅ് എന്ന് പറഞ്ഞാൽ? അത് ആത്മീയമായ, മാനസികമായ ഒരു വിഷയമാണെന്ന് നാം മനസ്സിലാക്കുന്നു. അതായത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൃദയവും അല്ലാഹുമായുള്ള കണക്ഷൻ, ആ നിലക്കുള്ള സാഹചര്യത്തിന്, ആ അവസ്ഥയ്ക്കാണ് ഖുശൂഅ് എന്ന് പറയുന്നതെന്ന് നാം പൊതുവെ മനസ്സിലാക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ നിസ്കാരം മാത്രമാണ്, അങ്ങനെ ഖുശൂഅ് ഉള്ളവരായി നിസ്കരിക്കുന്നവർ മാത്രമാണ് തീർച്ചയായും വിജയിച്ച മുഅ്മിനീങ്ങൾ പെടുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഖുശൂഅ് ഉണ്ടാകുമ്പോഴേ നിസ്കാരം മുഅ്മിനീങ്ങളുടെ നാവുകയുള്ളൂ എന്ന് അല്ലാഹു പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഏതൊരു ബിൽഡിങ്ങും ആ ബിൽഡിംഗ് പുറമേക്ക് മനോഹരമായി നിൽക്കുന്നു എങ്കിലും അതിന്റെ ഉറപ്പും ഭദ്രതയും അതിന്റെ ഫൗണ്ടേഷനിലും അതിന്റെ തറയിലും
അതിന്റെ ഫില്ലറിലും അതിന്റെ ബീമുകളിലുമാണ്. ഇതൊന്നുമില്ലാതെ നാം ഒരു സൈസ് ചെവിടി കൊണ്ട് തറകെട്ടി മണ്ണുകൊണ്ട് ഫില്ലർ നാട്ടി ബീമുകളൊന്നുമില്ലാതെ മനോഹരമായ പെയിന്റിങ് ചായം പൂശി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ ആ ബിൽഡിംഗ് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അത് പൊളിഞ്ഞു ചാടാത്ത രൂപത്തിൽ വല്ല മ്യൂസിയത്തിലും കൊണ്ടുപോയി വെച്ചാൽ എക്സിബിഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സന്ദർശകർക്ക് കാണാൻ പറ്റുമെന്നല്ലാതെ ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഗതി അതുകൊണ്ട് നടക്കുകയില്ല. ഇതുപോലെ നിസ്കാരം നാം എന്തിനാണ് നിർവഹിക്കുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ സ്വർഗത്തിൽ പോയി കാണുന്നതിന് വേണ്ടി. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, തന്റെ റബ്ബിന്റെ ലിഖാഅ് ആരാണ് ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിൽ പോയി അള്ളാഹുവിനെ കാണാൻ ആരാണ് താല്പര്യമെടുക്കുന്നത്? അവർ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, നല്ല കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്ന് അള്ളാഹു പറയുന്നു. നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് നിസ്കാരമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുന്തിയ കർമ്മം ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്ന കർമ്മമാണ് ഏറ്റവും നല്ല കർമ്മം. എന്താണ് ഈ നിസ്കാരം കൊണ്ട് അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മാനസിക ശാരീരിക ശുദ്ധിയാണ്. അല്ലാഹുവിനെ കാണുവാനുള്ള അനുയോജ്യമായ മനസ്സുള്ള മനുഷ്യരെ വാർത്തെടുക്കുക എന്നതാണ് നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം. 5 വഖത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഉദാഹരണം സഹാബത്തിനോട് ചോദിക്കുകയാണ്. സഹാബത്തെ, നിങ്ങളെ വീടിന്റെ മുന്നിലൂടെ നല്ല വെള്ളമുള്ള ഒരു നദി ഒഴുകുന്നു എന്ന് സങ്കല്പിക്കുക. എല്ലാവർക്കും മനസ്സിലാകുന്ന ഉദാഹരണമാണ്. വാഴക്കാട്ടുകാർക്ക് പ്രത്യേകിച്ചും മനസ്സിലാകുന്ന ഉദാഹരണമാണ്. നിങ്ങളെ വീട്ടിന്റെ പരിസരത്തിലൂടെ ഒരു ചാലിയാറ് പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ നല്ല വെള്ളമുള്ള സമയത്ത് നിങ്ങൾ കുളിക്കേണ്ടതുപോലെ പുഴയിൽ ഇറങ്ങി ശരിക്ക് ഉരച്ച് തേച്ച് ദിനം പ്രതി 5 പ്രാവശ്യം കുളിച്ചാൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ, സഹാബത്തെ, നിങ്ങളെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? സഹാബത്ത് പറഞ്ഞില്ല, അത് ബാക്കിയാവൂല നബിയെ. കുളിക്കേണ്ടതുപോലെ കുളിച്ചാൽ, ശരിക്ക് വരച്ചു തേച്ച് സോപ്പെല്ലാം ഉപയോഗിച്ച് നന്നായി കുളിച്ചാൽ ഒന്നും ബാക്കിയാവൂല. അതല്ലാതെ കുട്ടികൾ കുളിക്കുമ്പോൾ കുളിച്ചിട്ട് കാര്യമില്ല. കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, രാവിലെ സോപ്പുമായി കുളത്തിലേക്കാണ് പറഞ്ഞു വെച്ചാൽ വൈകുന്നേരം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ആ സോപ്പ് പള്ളയുടെ മുകളിൽ തന്നെ തേച്ചിട്ടുണ്ടാവും. കുട്ടികളെ കുളി അങ്ങനെയാണ്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കും. ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവോ? നാളെ നോക്കി നിങ്ങൾ ഒരു സോപ്പുമായി നിങ്ങളെ കുട്ടിയെ കുളത്തിലിറക്കിയാൽ അവൻ ആ സോപ്പ് വയറിന്റെ മുകളിൽ ഇങ്ങനെ തേക്കും, വേറെ എവിടെ അവർ തേക്കൂല. ഇതുപോലത്തെ ഒരു കുളിയാണെങ്കിൽ കാര്യമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്, നിന്റെ വീട്ടിന്റെ മുന്നിലൂടെ നല്ല തെളിനീര് ഒഴുകുന്നു, നല്ല പുഴ ഒഴുകുന്നു, ആ പുഴയിൽ ഇറങ്ങി നീ കുളിക്കേണ്ടതുപോലെ കൃത്യമായി 5 തവണ കുളിക്കുന്നു. എന്നാൽ ഹൽ തറാ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ, ആ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? സഹാബത്ത് പറഞ്ഞില്ല, ബാക്കിയാവുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫദാലിക മസലുസ് സലാത്തിൽ ഖംസ്, അതുപോലെയാണ് 5 വഖത്ത് നിസ്കാരം. സഹോദരന്മാരെ, 5 വഖത്ത് നിസ്കരിക്കുന്ന ആളുകളുടെ ഉദാഹരണം, അവന്റെ വീട്ടിന്റെ മുന്നിലൂടെ തെളിനീരുമായി ഒഴുകുന്ന ഒരു പുഴയിൽ ഇറങ്ങി നല്ലവണ്ണം 5 നേരം കുളിക്കുന്നത് പോലെയാണ്.
അങ്ങനെ അവൻ കൃത്യമായി നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിച്ചാൽ യംഹുല്ലാഹു ബിഹിന്ന യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ, അവന്റെ പാപങ്ങൾ ആ നിസ്കാരം കൊണ്ട് അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാണ്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്തി എന്ന് വേറെ ഒരു ആയത്തിലും കാണാം. യഥാർത്ഥത്തിൽ 5 വഖത്ത് നിസ്കാരം കൊണ്ടുള്ള കൽപ്പനയുടെ ആയത്ത് അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈലി എന്ന ആയത്ത് ഇറങ്ങുന്നതിനുള്ള ചരിത്ര പശ്ചാത്തലം അത് വിശദീകരിച്ച് കാണുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്, മദീനയിലെ ആ കാലഘട്ടത്തിലെ ഒരു കച്ചവടക്കാരൻ ഒരു പെണ്ണിനെ ചുംബിച്ചത് സംബന്ധിച്ചുണ്ടായ തൗബയുടെ വിഷയവുമായിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്ന് കാണുന്നു. ഇത് ഞാൻ പറയുമ്പോ പൊതുവെ നമ്മൾ ചെറുപ്പക്കാരോട് സഹാബാക്കളിൽ ഉണ്ടായ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായ ചില സംഗതികൾ പറയുമ്പോ നമ്മുടെ കുറ്റത്തിന് അതൊരു വളമയാകുന്ന രൂപത്തിൽ അന്ന് അവരങ്ങനെയൊക്കെ ചെയ്തിരുന്നോ, നമ്മളെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന നിലക്ക് ആ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളെ നമ്മളവരുടെ സംഭവമായി താരതമ്യപ്പെടുത്തി പിന്നെ നമ്മളെ കാര്യം പറയാനുണ്ടോ എന്ന നിലക്ക് ചിന്തിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആ ആദ്യ കാലഘട്ടത്തിലുള്ള ജനങ്ങള് ഇന്നലെ വരെയും മനുഷ്യത്വം എന്തെന്നറിയാതെ ജീവിച്ച സമൂഹമാണ്. ആ സമൂഹത്തിൽ നിന്ന് ചില ആളുകൾ മാത്രം ഇന്ന് ഇസ്ലാമിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് വന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ അവരിൽ ചിലർക്ക് പഴയകാല ചാപ്പല്യങ്ങളിൽ നിന്ന് ചിലതുണ്ടായി. എന്നാൽ അവർ ഇന്ന് നാം ചെയ്യുന്നത് പോലെ അത് മറച്ചുവെക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തുറന്നു പറയുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ചരിത്രം കിട്ടുന്നത്. എന്നാലും നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നത്, ജനങ്ങളുടെ ഈമാനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പഴയ കാലത്ത് നടന്നുപോയൊക്കെ സംഭവിച്ചു പോയ അങ്ങനത്തെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും പറയേണ്ടതില്ല, പറയരുതെന്നാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ആയത്ത് ഇറങ്ങാൻ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ നല്ല കാര്യങ്ങള് ചീത്ത കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യും എന്നതുവരെയുള്ള അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈലി എന്ന ആയത്ത് 5 വഖത്ത് കൃത്യമായി തെറ്റാതെ നിസ്കരിക്കണമെന്ന് കൽപ്പിക്കുന്ന ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു പശ്ചാത്തലം, ഒരു കച്ചവടക്കാരൻ ഒരു പെണ്ണിനെ ചുംബിക്കുകയുണ്ടായി. ആരാരും കാണാനില്ലാത്ത ഒരു സമയം തന്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി വന്ന ഒരു സഹോദരി. ആ കാലഘട്ടത്തിലെ സമൂഹം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഏത് സമയത്തും പരസ്യമായി വ്യഭിചരിക്കുന്നതിന് യാതൊരു തെറ്റും ദർശിക്കാത്ത 6-ാം നൂറ്റാണ്ടുകാരാണ്. അവരെയാണ് അല്ലാഹുവിന്റെ ഹബീബ് ഇന്ന് സ്ഫുടം ചെയ്ത് എടുത്തത്. അതിൽ അപൂർവം ഒറ്റപ്പെട്ട ചില കേസുകൾ ചില ആളുകൾക്ക് ഇന്നലെ ഉണ്ടായ ചില ചാപ്പല്യങ്ങളിൽ ചില ശകലം ഉണ്ടാവുകയാണ്. പക്ഷേ അതിന്റെ പേരിൽ അവർ പേടിച്ച് ഉരുകി ഇല്ലാതെയാവുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ കച്ചവടക്കാരൻ ആരുമില്ലാത്ത സമയത്ത് തന്റെ കടയിലേക്ക് കയറി വന്ന സാധനം വാങ്ങാൻ വേണ്ടി കയറി വന്ന പെണ്ണിനെ ചുംബിക്കുവാൻ ഉദ്യമിച്ചുപോയി. തന്റെ മുഖം ആ പെണ്ണിന്റെ മുഖവുമായി ശരീരവുമായി സ്പർശിച്ച സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ ഞാൻ ചെയ്തത് എന്ന ഭയം കൊണ്ട് ആ കച്ചവടക്കാരൻ ഓടുകയാണ്. എവിടേക്കാണ് ഓടുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക്. വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഫാറൂഖ് തങ്ങളെയും കണ്ടുമുട്ടി. അവരോട് ഈ ഓട്ടത്തിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു.
അവര് രണ്ടുപേരും ഈ കച്ചവടക്കാരനോട് പറഞ്ഞു, ഉസ്തുറു തുബ് ഇലല്ലാഹ്, നീ ഇത് മറച്ചു വെക്കണം, ഇത് നീ ദയവ് ചെയ്ത് ഫ്ലാഷാക്കല്ലേ, നീ അല്ലാഹുവിനോട് തൗബ ചെയ്തോ, അതല്ലാതെ നിന്നിൽ നിന്നുണ്ടായ ഒരു കേസ് നീ ഇങ്ങനെ ഫ്ലാഷാക്കി ഓടുന്നത് നല്ലതല്ല. നീ അത് മറച്ചുവെച്ച് ഗോപ്യമാക്കി വെച്ച് ചെയ്ത തെറ്റിൽ നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്തോ എന്ന് ഉപദേശിച്ചു. പക്ഷേ ഈ കച്ചവടക്കാരൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് എത്തുന്നത് വരെ ഓടുകയും എത്തിയ ശേഷം ഒറ്റ കുതിപ്പിൽ താൻ ചെന്നുപെട്ട ഏറ്റവും വലിയ കുറ്റം, അദ്ദേഹം വിശ്വസിക്കുന്നത് ഈ തെറ്റ്, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യരുത് എന്ന് പറഞ്ഞ തെറ്റ് ഞാൻ ചെയ്തതിന്റെ പേര് ആകാശത്തിൽ നിന്ന് തീയിറങ്ങുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭയം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് തന്റെ സങ്കടം വളരെ വേദനയോടുകൂടെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ വിഷയം വളരെ ഗൗരവമായി കൈകാര്യം ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് സിദ്ദീഖുൽ അക്ബറോ ഉമർ ഫാറൂഖ് തങ്ങളോ നേരത്തെ വഴിയിൽ വെച്ച് പറഞ്ഞ മാതിരി നീ അത് ഗോപ്യമാക്കി അല്ലാഹുവിനോട് തൗബ ചെയ്യ് എന്ന് പറയാതെ നീ അവിടെ നിൽക്ക്. ഏതു പെണ്ണിനെയാണ് നീ ചുംബിച്ചത്? നീ ചുംബിക്കാനുണ്ടായ സാഹചര്യം എന്ത്? ഞാനതൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു ഒരാൾ അന്വേഷിക്കാൻ വേണ്ടി വിട്ടു. അദ്ദേഹം അന്വേഷിച്ചു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്, ഇന്ന് യുദ്ധത്തിനു പറഞ്ഞയച്ചില്ലേ കുറച്ചാളുകളെ, അവരിൽപ്പെട്ട ഒരാളുടെ സ്ത്രീയാണിത്. വീട്ടിൽ ഭക്ഷണം വാങ്ങിത്തരാൻ ആരുമില്ല. അതുകൊണ്ട് വളരെ അത്യാവശ്യമായ ഒരു കേസെന്ന നിലക്ക് ഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങിയ ഒരു സ്ത്രീയാണ് ഇയാള്. ഈ നിലക്ക് പെരുമാറിയതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ കാര്യത്തിൽ ഇനി അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ. കാരണം ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഞാൻ പറഞ്ഞയച്ച ഒരു വ്യക്തിയുടെ പെണ്ണാണ് നിന്റെ പ്രവർത്തനത്തിന് ഇരയായത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം എനിക്ക് കാത്തു നിൽക്കേണ്ടതുണ്ട്. അതോടുകൂടെ ഈ കച്ചവടക്കാരൻ, നമ്മൾ പറയാറില്ലേ ഉരുകിയില്ലാതെയാകുന്നു എന്ന്, ആ നിലക്ക് പേടിച്ചു വിറച്ച് നിൽക്കുകയാണോ ഇരിക്കുകയാണോ ഒന്നും പറയാൻ പറ്റാത്ത വല്ലാത്ത മാനസിക പിരിക്കും നിർക്കവുമായി മണിക്കൂറുകളോളം അല്ലാഹുവിന്റെ റസൂലിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറങ്ങിയ ആയത്താണ് അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വജുലഫം മിനൽ ലൈൽ. രാത്രിയുടെയും പകലിന്റെയും ഭാഗങ്ങളിലായി അഥവാ 5 സമയങ്ങളിലായി നിസ്കാരം നിലനിർത്തണം. കാരണം എന്താ? നന്മകൾ മനുഷ്യനിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാത്ത വിധം മനുഷ്യനെ സ്ഫുടം ചെയ്യും. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു ഖബൂൽ ചെയ്തിരിക്കുന്നു. കാരണം ചെയ്ത കാര്യം ഇദ്ദേഹം പരസ്യമാക്കി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സമീപിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരാൻ വൈകുന്നതിനനുസരിച്ച് അദ്ദേഹം പേടിച്ചു ഉരുകിപ്പോവുകയാണ്. അത്രമാത്രം തൗബ ചെയ്തതുകൊണ്ട് ആ തെറ്റ് അല്ലാഹു തആല പുറത്തു കൊടുത്തു. ഇനി ഇത്തരം തെറ്റുകൾ ഒരു മനുഷ്യനിൽ വരാതിരിക്കാനുള്ള മാർഗം എന്താണ്? കൃത്യമായി 5 സമയത്ത് അങ്ങ് നിസ്കരിച്ചാൽ മതി, എന്നാൽ തെറ്റുകൾ സംഭവിക്കുകയില്ല. അങ്ങനെ തെറ്റുകൾ സംഭവിക്കാത്ത നിസ്കാരക്കാരനാണ് ഖുശൂഉള്ള നിസ്കാരക്കാരൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്തു വേണം? അതിന് നമ്മൾ അടിത്തറ നന്നാക്കിക്കൊണ്ട് നിസ്കരിക്കണം. ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷനാണ് അതിന്റെ കാര്യം. അതിൽ കൃത്യമായ കമ്പിയും സിമന്റും മണലും ചേർക്കേണ്ടതുപോലെ എല്ലാ ചേരുവകളും ചേർത്ത് നനയ്ക്കേണ്ടതുപോലെ നനച്ച് അത് ശരിക്ക് ക്ലിയർ ചെയ്തെങ്കിലേ അതിനുമേൽ ഒരു ഫില്ലർ സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. ആ ഫില്ലർ കൃത്യമായും നാം നല്ല നിലക്ക് സ്ഥാപിച്ചെങ്കിൽ മാത്രമേ അതിന്മേൽ ബീം പണിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഫൗണ്ടേഷനും ഫില്ലറും ബീമും വളരെ നല്ല ബലത്തിലാകുമ്പോഴേ അത് പിന്നെ വാർത്ത് വലിയ ബിൽഡിംഗ് ആക്കാൻ പറ്റുകയുള്ളൂ.
അപ്പോൾ ഖുശൂ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. ഞാൻ ക്ലിയറായ ഒരു മനുഷ്യനാകുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് നിസ്കാരം. അതുകൊണ്ട് ആ നിസ്കാരം തുടങ്ങുന്നതിന് വേണ്ടി അതിന്റെ മുമ്പ് അതിന്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിസ്കരിക്കുന്നവന്റെ വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം, നിസ്കരിക്കുന്നവന്റെ ശരീരം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാനുള്ള പ്രധാനമായ കാര്യം അതാണ്. നിസ്കരിക്കുന്നവന്റെ ശരീരം നജസിൽ നിന്ന് ശുദ്ധിയാകണം. അവിടെ ശരീരം ശുദ്ധിയാകുമ്പോഴാണ് നമ്മൾ പ്രത്യേകമായി നമ്മൾ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് മൂത്രിക്കാൻ വേണ്ടി മുട്ടിയടങ്ങാറായിട്ടാണ് പല ആളുകളും മൂത്രിക്കുന്നത്. ശാസ്ത്രീയമായി ഇത് പാടില്ല. മൂത്രിക്കാൻ തോന്നുമ്പോഴേക്കും മൂത്രിക്കാൻ ഇരുന്നിരിക്കണം. മാത്രമല്ല മൂത്രിക്കുന്നതിന് നമ്മളൊരു ടൈം ടേബിൾ കാണുന്നത് നല്ലതാണ്. മൂത്രിക്കാൻ മുട്ടാൻ കാത്തു നിൽക്കേണ്ടതില്ല. കാരണം എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യ ശരീരത്തിലുള്ള പ്രത്യേകിച്ച് രക്തത്തിലുള്ള അഴുക്ക് നമ്മളെ കിഡ്നികളാണ് ക്ലിയർ ചെയ്യുന്നത്. ഇത് ക്ലിയർ ചെയ്താൽ വലിച്ചെടുക്കുന്ന അശണ്ടകളാണ് യഥാർത്ഥത്തിൽ മൂത്രസഞ്ചിയിലൂടെ പുറത്തേക്ക് അല്ലാഹു തആല വിസർജിപ്പിക്കുന്നത്. അപ്പോൾ നാം മൂത്രിക്കാൻ അല്പസമയം വൈകിയാൽ ഈ മൂത്രസഞ്ചിയിൽ എന്താവും? ഈ ചണ്ടികൾ അടഞ്ഞു കിടക്കും. അങ്ങനെയാണ് കല്ല് രോഗവും മറ്റു പല രോഗങ്ങളും നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് മൂത്രിക്കാൻ മുട്ടിയടങ്ങാറായിട്ട് മൂത്രിക്കുന്നത് നമ്മളെ നിത്യരോഗിയാക്കുന്നത് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് മൂത്രം മൊത്തം ഒരേ സമയത്ത് മൂത്രിക്കാനുള്ളത് സഞ്ചിയിൽ കെട്ടിക്കിടക്കുന്നത് മൊത്തം പുറത്തേക്ക് വരില്ല. കാരണം ഇത് കെട്ടിനിൽക്കുന്നത് കൊണ്ട് ചുളിവിലും മടക്കിലുമൊക്കെ ഉള്ള മൂത്രം പുറത്തേക്ക് വരാതിരിക്കുന്നു. ഈ മൂത്രം നമ്മൾ മൂത്രിച്ച് കഴുകി എഴുന്നേറ്റ ശേഷം നമ്മുടെ ഷെഡിയില്, ഫാൻസില്, നമ്മുടെ ഉടുമുണ്ടില് എവിടെയെങ്കിലും ആകാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഈ സാധ്യത ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് മൂത്രിക്കാൻ തോന്നുമ്പോഴേക്കും നാം ശരിക്ക് ഇരുന്ന് അല്പം ഇടതുഭാഗത്തേക്ക് ചെറിയ ഒരു ചായൽ ഒരു ചെറിയ ഒരു ആസ്പദമാക്കിക്കൊണ്ടുള്ള ഇടതുഭാഗത്തേക്കൊന്ന് ഊന്നിക്കൊണ്ടുള്ള രൂപത്തിൽ മൂത്രിക്കുവാനിരിക്കുകയും മൂത്രം വന്നു തീർന്നു എന്ന് കണ്ടാൽ ഒന്നുകിൽ ശബ്ദമനക്കുക, ഒന്ന് ശരീരം ഇളകുന്ന രൂപത്തിൽ ഒന്ന് ശബ്ദമനക്കുക. അതല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് അല്പം അങ്ങോട്ട് തെന്നി മാറിയിരിക്കുക, ഒന്ന് ഇളകുക. പുരുഷന്മാരാകുമ്പോ കൈകൊണ്ട് മൂത്രിക്കുന്ന അവയവത്തിന്റെ അടിഭാഗത്തേക്ക് ഒന്ന് പതുക്കെ ഒന്ന് തടവി നോക്കുക. ഇങ്ങനെയെല്ലാം കഴിഞ്ഞും ശബ്ദമനക്കും ഒന്ന് തെന്നിമാറിയിരുന്നും അതിന്മേലൊന്ന് സ്പർശിച്ചും മൂത്രം പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ നമ്മൾ കഴുകാവൂ. പക്ഷെ ഇന്ന് മിക്ക ആളുകളും ചെയ്യുന്നത്, എല്ലാ ആളുകൾക്കും 90% ആളുകൾക്കുള്ള പരാതി എന്തായാലുണ്ട്, ഖുശൂ കിട്ടണില്ല എന്നുള്ള. എത്രയോ ആളുകൾ നമ്മളോട് പറയാറുണ്ട്, നിസ്കരിക്കുമ്പോ ഖുശൂ കിട്ടണില്ല ഉസ്താദ് ദ്വാരക്ക് ഒരു 50 ഉറുപ്പിക ഞാൻ സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേളത്തിന് പോണോടത്ത് ചില ആൾക്കാർ പറയുന്നുണ്ട്, ഉസ്താദെ ഞാനൊരു 50 ഉറുപ്പിക പള്ളിപ്പണിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്, ഖുശൂ ഉണ്ടാകാൻ വേണ്ടി ഒന്ന് ദ്വാരക്ക്. യഥാർത്ഥത്തിൽ 50 ഉറുപ്പിക കൊടുത്താലുള്ള കൂലി നമുക്ക് കിട്ടും, പക്ഷെ അതുകൊണ്ട് ഖുശൂ ഉണ്ടാകണമെന്നില്ല. ഖുശൂ ഉണ്ടാകണമെങ്കിൽ അതിന്റെ തുടക്കത്തിലുള്ള പണി നന്നാകണം. അതുകൊണ്ടാണ് ഞാൻ മൂത്രിക്കുന്ന കാര്യം മുതൽ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഫാൻ ഉപയോഗിക്കുന്ന ആളുകൾ, നമുക്ക് ഈ നാവിക്കെട്ട് ഫിറ്റായി ഉടുമുണ്ടായാലും ബെൽറ്റ് കെട്ടുന്നവരും ഇത് കെട്ടിത്താങ്ങി നിർത്തുകയാണ്. അപ്പൊ നമുക്ക് ശരിക്ക് ഇരുന്ന് മൂത്രിക്കുവാൻ സൗകര്യം കിട്ടാതെ നിൽക്കുമ്പോൾ പിന്നെ മൂത്രം മൊത്തം പോരാതിരിക്കുന്നു. മാത്രമല്ല ഫാൻസ് ഒക്കെ കൊടുത്ത ആളുകൾ ചില സമയങ്ങളിൽ യാത്രയിൽ നിന്ന് മൂത്രിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫാൻറ്റിലേക്കും മറ്റുമൊക്കെ ഈ മൂത്രം തെറിക്കുന്നു. അല്ലാത്ത ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇവന്റെ മൂത്രിച്ച് കഴുകി പോരുമ്പോ 1-2 തുള്ളി അവന്റെ ഫാൻസിലേക്കും മറ്റുമാകുന്നു. ഇതുവഴി അവന്റെ നിസ്കാരം ശരിയാവൂല. എത്ര ഖുശൂഉണ്ടെന്ന് നടക്കൂല. കാരണം എന്താ? തറ ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിസ്കരിക്കുന്നവന്റെ ശരീരം
നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. പിന്നെയോ വസ്ത്രവും നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നിസ്കരിക്കുന്ന സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നമ്മൾ സഹോദരിമാർ ശ്രദ്ധിക്കുക, വീട്ടിൽ വെച്ചാണല്ലോ നിങ്ങൾ നിസ്കരിക്കേണ്ടത്. എന്നാൽ മിക്ക വീടുകളിലെയും നിസ്കാരം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാവുക എന്ന ഷർത്ത് പാലിക്കാൻ കഴിയുന്നില്ല. അതെങ്ങനെയാണ്? എന്റെ അറിവിൽ ഞാൻ കണ്ടിടത്തോളം അധികം നമ്മുടെ ആളുകളുടെ വീടുകളിലും ടോയ്ലറ്റിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ടൈൽസിന്റെ കാലം വന്നപ്പോ, അകത്തെ ടോയ്ലറ്റ് വന്നപ്പോ, എന്തിനാ ഇപ്പൊ അകത്തെ വൃത്തിയുള്ള ഈ കക്കൂസില് ചെരുപ്പ് കാല് ധരിക്കുന്ന പണ്ട് കാലത്ത് നമ്മൾ പുറത്തു പോയി മറച്ചിരുന്ന കാലത്ത് അത് കല്ലോ മുള്ളോ കുത്തുന്നോണ്ടാണ് ചെരുപ്പിടാൻ വേണ്ടി പറഞ്ഞതെന്ന ചില ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണേ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴുള്ള ഒരു മര്യാദയാണ്. മുസ്ലിമാണോ നീ ടോയ്ലറ്റിലേക്ക് പോവുകയാണോ കാലിൽ ചെരുപ്പുണ്ടായിരിക്കണം. അതിന് ശാസ്ത്രീയ വശം നിങ്ങൾ നോക്കൂ. നമ്മുടെ കാലിന്റെ അടിഭാഗം അരിപ്പ പോലത്തെ സുഷിരങ്ങളാണെന്നാ ശാസ്ത്രം പറയുന്നത്. കാലിന്റെ അടിഭാഗം നമ്മൾ തള്ളടല്ലേ, ഈ പൊടി അരിക്കണേ തരിക്കണേ, അതിന്റെ ദ്വാരങ്ങളെ പോലെ കാലിന്റെ അടിഭാഗം നിറയെ ദ്വാരങ്ങളാണെന്നാണ്. നേരത്തെ നമ്മൾ പുറത്തു പോയി കാഷ്ടിച്ചിരുന്ന അന്ന് ചെരുപ്പ് ധരിച്ചില്ലെങ്കിലും വലിയ ഉപദ്രവം വരൂല. ഒരു സുന്നത്ത് പോയ കുറ്റമേ കിട്ടുള്ളായിരുന്നു, ഒരു കുറവേ ഉണ്ടാകുമായിരുന്നുള്ളൂ. കാരണം എന്താ? പുറത്ത് കാഷ്ടിക്കുമ്പോഴേക്ക് അതിന്റെ അണുക്കളൊക്കെ ചത്തുപോകുമായിരുന്നു. ഭൂമിയിലുള്ള അണുക്കളും അതുപോലെ പ്രകാശത്തിലുള്ള അണുക്കളും സമ്മിശ്രമായി ചേരുമ്പോ ഈ കാഷ്ടത്തിലുള്ള മലത്തിലുള്ള മൂത്രത്തിലുള്ള അണുക്കൾ പെട്ടെന്ന് ചത്തുപോകും. നമ്മളിപ്പോ ടോയ്ലറ്റിൽ ടൈൽസ് പതിക്കുന്നത് കൊണ്ട് ഇതിന്റെ വഴുവഴുപ്പിൽ അണുക്കൾ ചാവാതെ അമർന്നു കിടക്കുകയാണ്. അതിലേക്ക് ചെരുപ്പില്ലാത്ത നഗ്നപാദം നമ്മൾ അങ്ങ് എടുത്തു വെക്കുമ്പോഴേക്ക് ആ ദ്വാരങ്ങളിലൂടെ അണുക്കൾ അവന്റെ തലച്ചോറിലേക്ക്, ബ്രെയിനിലേക്ക് കയറുകയാണ്. അതവരെ നിത്യരോഗിയാക്കുന്നു. അപ്പൊ നമ്മുടെ ആരോഗ്യ പ്രശ്നം തന്നെയാണ് ചെരുപ്പ് ധരിക്കുക എന്നത് വേറെ വിഷയം. അതുകൊണ്ട് ഏതൊരു മുസ്ലിം വീട്ടിലും നീക്കം ചെയ്യാത്ത ഒരു ചെരുപ്പ് ടോയ്ലറ്റിൽ വേണം. അതായത് ടോയ്ലറ്റിലെ ചെരുപ്പ് ടോയ്ലറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. അതിങ്ങോട്ട് അകത്തേക്ക് വരരുത്. അത് അവിടെ തന്നെ ആവശ്യം കഴിഞ്ഞ് കഴുകി കുത്തിച്ചാരി അവിടെ വെക്കണം. കുത്തിച്ചാരി വെച്ചെങ്കിലേ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അത് ഉണങ്ങുള്ളൂ. ആ ഉണങ്ങിയ ചെരുപ്പ് നമ്മൾ എന്ത് ചെയ്യണം? അത് എടുത്തു വെച്ച് ഇടത്തെ കാല് അതിലേക്കങ്ങ് വെച്ചുകൊണ്ടാണ് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പൊ ചെരുപ്പില്ലാത്തത് കൊണ്ടുള്ള അപകടം എന്തായിരുന്നോ? കുട്ടികളും മുതിർന്നവരും അതിൽ നിന്ന് മൂത്രിച്ച് നജസ് പകർന്ന കാലുമായിട്ട് അകത്തേക്ക് ചവിട്ടുന്നു. നമ്മൾ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ, എപ്പോഴും ടോയ്ലറ്റിൽ പോയി അവർ ഒരു പക്ഷെ അതിന്റെ ദ്വാരത്തിലൊന്നും ആയിരിക്കില്ല, ക്ലോസറ്റിലായിരിക്കില്ല മൂത്രിച്ചത്. അവരെവിടെയെങ്കിലും മൂത്രിച്ചിട്ടുണ്ടാവും. ആ മൂത്രിച്ച സംഗതിയുമായി അതിന്മേൽ നമ്മളും ചവിട്ടുന്നു, കുട്ടികളും ചവിട്ടുന്നു. കുട്ടികൾ ആ കാലുമായി നമ്മുടെ അകം മൊത്തം നടക്കുന്നു. ആ അകത്ത് എവിടെയെങ്കിലും പായ വിരിച്ച് നമ്മളങ്ങ് നിസ്കരിക്കുകയാണ്. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാകുന്നില്ല. ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമല്ലേ? നമ്മുടെ വീടുകളിൽ നിങ്ങൾ നോക്കൂ, ഡൈനിങ് ഹാളുണ്ട്, ബെഡ്റൂമുകളുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്, പല സംഗതികളുണ്ട്. നിസ്കരിക്കാൻ കുട്ടികളെ പെരുമാറ്റമില്ലാത്ത, നജസില്ലാത്ത ഒരു റൂം, 8ഉം 10ഉം റൂമുകളുള്ള വീടുകളിൽ പോലും അത് കാണുന്നില്ല. നിസ്കരിക്കാനുള്ളൊരു റൂം അതില്ലാത്തത് വലിയ അപകടം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയണു, ഒന്നുകിൽ നിങ്ങളെ വീട്ടിൽ ഒരു ഉയരമുള്ള കട്ടില്, കുട്ടികൾ കയറി ചവിട്ടി നിരത്താത്ത ഒരു കട്ടിലുണ്ടായിരിക്കണം. ആ കട്ടിലിന്റെ മുകളിൽ വൃത്തിയുള്ള പായ വിരിച്ച് നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങളുടെ ശരീരവും ശുദ്ധിയായതുപോലെ തന്നെ വസ്ത്രവും നൈശ്വര്യവും ശുദ്ധിയായിരിക്കണം, സ്ഥലവും ശുദ്ധിയായിരിക്കണം. ഇത് ശുദ്ധിയാകാതെ നമ്മൾ നിസ്കരിച്ചത് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. അള്ളാഹു നമ്മളെ ഇത്തരം വലിയ അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ കാണപ്പത് ഓരോ വീടുകളുടെയും ഓരോ അവസ്ഥയൊക്കെ. എത്രയോ ചെറുപ്പക്കാരുണ്ട് നിങ്ങൾ യാത്രയിൽ ടോയ്ലറ്റിലേക്ക് ഓടിക്കയറി അങ്ങ് മൂത്രിക്കുക, നിന്ന് മൂത്രിക്കുക.